ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. ഇറ്റ്സ് മീ റിമ മിസ് ആണ്. എടാ, നമുക്ക് ചുറ്റും ഒരുപാട് എക്കണോമിക് ആക്ടിവിറ്റീസ് ഉണ്ടല്ലേ. അപ്പോൾ ഒരുപാട് നമ്മുടെയൊക്കെ മുതുമുത്തശ്ശന്മാരൊക്കെ ഉള്ള സമയത്ത് അന്ന് ഉണ്ടായിരുന്ന എക്കണോമിക് ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത് അഗ്രികൾച്ചർ, പോട്രി മേക്കിംഗ് ആൻഡ് വീവിങ്, അങ്ങനത്തെ ഒരുപാട് തൊഴിലുകളായിരുന്നു, എക്കണോമിക് ആക്ടിവിറ്റീസ്, സാമ്പത്തിക പ്രവർത്തനങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ഇന്നെന്താണ്, നമ്മൾ ഒരുപാട് ഡെവലപ്ഡ് ആയില്ലേ, നമ്മൾ പ്രോഗ്രസ്ഡ് ആയില്ലേ. അപ്പോൾ ഒരുപാട് തൊഴിലുകൾ വീണ്ടും വന്നു, എക്കണോമിക് ആക്ടിവിറ്റീസ് ഒക്കെ ഒരുപാട് വന്നിട്ടുണ്ടായില്ലേ. വസ്ത്രങ്ങളുടെ മാനുഫാക്ചറിങ്, അങ്ങനെ ഒരുപാട് ലോയർ, പോലീസ്, ഡ്രൈവിങ്, അങ്ങനത്തെ ഒരുപാട് എക്കണോമിക് ആക്ടിവിറ്റീസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഇതിനെന്താണ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നമ്മുടെ എക്കണോമിക് ആക്ടിവിറ്റീസിനെ നമുക്ക് എന്താണ് മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാം. ക്ലാസിഫിക്കേഷൻ ചെയ്യുമ്പോൾ മൂന്നായിട്ടുണ്ട്: പ്രൈമറി, സെക്കൻഡറി ആൻഡ് ടേഴ്സറി. ഇതിലിപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രൈമറി ആണ് കേട്ടോ. പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മൈൻഡിൽ എന്താ പറയുക? യെസ്, ദോസ് എക്കണോമിക് ആക്ടിവിറ്റീസ് ഇൻ വിച്ച് പീപ്പിൾ ഡയറക്ട്ലി ഡിപ്പെൻഡ് ഓൺ നാച്ചർ. പ്രകൃതിയെ നേരിട്ട് ആശ്രയിച്ചല്ലേ, പ്രകൃതിയെ നമ്മൾ എന്താണ് ഡയറക്ട്ലി നമ്മൾ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഉണ്ടാക്കുന്ന സാധനങ്ങൾ ഉണ്ടാക്കുന്ന ആ ഒരു പരിപാടിനെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനങ്ങളെയാണ് നമ്മൾ പ്രൈമറി ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രൈമറി ഫങ്ഷൻസ് എന്നൊക്കെ പറയുന്നത്. അതായത് എ ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റീസ് ദാറ്റ് ഇൻവോൾവ് എക്സ്ട്രാക്ഷൻ ഓഫ് റോ മെറ്റീരിയൽസ് ഡയറക്ട്ലി ഫ്രം നാച്ചർ സച്ച് ആസ് ഫാമിംഗ്, ഫിഷിംഗ്, ഫോറസ്ട്രി അല്ലേ. മത്സ്യബന്ധനം, എന്താ പറയുക, നമ്മുടെ വനവൽക്കരണം എന്നൊക്കെ പറയില്ലേ, അതൊക്കെ എന്താണ് ഇതിൽ നമ്മുടെ പ്രൈമറി ആക്ടിവിറ്റീസ്. നമ്മൾ പ്രകൃതിയിൽ നിന്നാണല്ലോ ഇതൊക്കെ, പ്രകൃതിയിൽ നിന്നാണ് പ്രകൃതി അതിൽ നിന്ന് നമ്മൾ സാധനങ്ങൾ വേർതിരിച്ചെടുക്കാം. അതാണ് എന്ത് പ്രൈമറി ആക്ടിവിറ്റീസ്. അപ്പോൾ ഇതിന് എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ, വർക്ക് ഇൻവോൾവിങ് കൾട്ടിവേഷൻ ഓഫ് ഗ്രെയിൻസ് ആൻഡ് വെജിറ്റബിൾ ഫ്രം അഗ്രികൾച്ചർ ഫാം. നമ്മുടെ കൃഷിയിടങ്ങളിൽ നമ്മൾ എന്താണ് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഓരോന്നിങ്ങനെ കളക്ട് ചെയ്യുന്നില്ലേ, അത്. പിന്നെയോ നമ്മുടെ ഫോറസ്റ്റിൽ നിന്ന് നമ്മൾ മരത്തടികൾ എടുക്കുക. പിന്നെയോ യെസ്, എക്സ്ട്രാക്ടിങ് കോൾ ഫ്രം മൈൻസ് ആൻഡ് ഫിഷ് ഫ്രം ഫിഷറീസിൽ നിന്ന് മീൻ പിടിക്കുക. അതുപോലെ പോൾട്രിയിൽ നിന്ന് അല്ലേ കോഴി വളർത്തുമ്പോൾ അവിടുന്ന് മുട്ട ശേഖരിക്കുക, എഗ്ഗ് ശേഖരിക്കുക. ഇതൊക്കെ എന്താണ് പ്രൈമറി സെക്ടറിലെ എക്കണോമിക് ആക്ടിവിറ്റീസ് ആണ്. ദ മോസ്റ്റ് കോമൺ പ്രൈമറി ആക്ടിവിറ്റീസ് ആർ അഗ്രികൾച്ചർ, മൈനിങ്, ഫിഷിംഗ്, റേസിംഗ് ലൈവ്സ് ടു. നമ്മുടെ കന്നുകാലികളെ വളർത്തുക. ഇതൊക്കെ എന്താണ് പ്രൈമറി ഫങ്ഷൻസിൽ വരുന്ന പ്രൈമറി ആക്ടിവിറ്റീസ് ആണ്. സോ പ്രൈമറി ആക്ടിവിറ്റീസിലുള്ള സാധനങ്ങൾ പിന്നെ മാനുഫാക്ചറിങ് നടക്കുന്നത് സെക്കൻഡറി സെക്ടറിലാണ്. അത് മിസ്റ്റർ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത കോണ്ടന്റിൽ പറഞ്ഞത് കേട്ടോ. അതായത് സെക്കൻഡറിയിലായിരിക്കും എന്ത് പ്രൈമറിയിൽ ഉണ്ടാക്കിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കുക. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഗോതമ്പൊക്കെ വരുന്നത് പ്രൈമറി സെക്ടറിലാണ്, കൃഷി വരുന്നതല്ലേ. അപ്പോൾ നമുക്ക് ബിസ്ക്കറ്റ് ഉണ്ടാക്കണമെങ്കിൽ എന്താണ് നമ്മൾ അവിടെ ആ ഒരു ബിസ്ക്കറ്റ് ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സ് നടക്കുന്നത് സെക്കൻഡറി സെക്ടറിലാണ്. അത് നമ്മുടെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നത് ടെറിഷറി സെക്ടറാണ്. അതായത് ട്രാൻസ്പോർട്ടേഷനൊക്കെ വരുന്നില്ലേ, അത് ടെറിഷറി സെക്ടറാണ്. പിന്നെയോ നമുക്കൊരു പുസ്തകം വേണം, ടെക്സ്റ്റ് ബുക്കൊക്കെ കിട്ടുകയാണെങ്കിൽ എന്താണ് ആദ്യം നമ്മൾ പ്രൈമറി സെക്ടറിൽ എന്താണ് വുഡ് ഫോറസ്റ്റിൽ നിന്ന് മരങ്ങൾ ശേഖരിക്കുക, അവിടെ മാനുഫാക്ചറിങ് ചെയ്തിട്ടാണ് സെക്കൻഡറി സെക്ടറിലാണ് നമ്മൾ ടെക്സ്റ്റ് ബുക്കൊക്കെ ഉണ്ടാക്കുക. ഇത് ഇവിടെ എത്തിക്കേണ്ടതൊക്കെ ആരാണ്? നമ്മുടെ ടെറിഷറി സെക്ടറാണ്. അപ്പോൾ ആ ഒരു എക്സാമ്പിൾ വെച്ച് കണക്ട് ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതേപോലത്തെ വീഡിയോസ് ആയിട്ട് മിസ് ഇനിയും വരും. ബൈ ഗൈസ്.